എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലണ്ടനിൽ പോയ മണ്ടൻ ലണ്ടനിൽ നിന്ന് ഓടി. എന്തിനാ ഓടിയത്? ഇവനൊരു ചോദ്യം ചോദിച്ചു ലണ്ടനിൽ പോയിക്കൊണ്ട്. മുസ്ലിങ്ങളോടാണ് ഇവന്റെ ചോദ്യം. കാരണം മുസ്ലിങ്ങളോടാണ് ഇവനക്ക് വിദ്വേഷം വെറുപ്പുമുള്ളത്. അപ്പൊ മുസ്ലിങ്ങളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും അത് മോശമാണ്, തെറ്റാണ്, വളരെ മ്ലേച്ഛമാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവന്റെ എല്ലാ വീഡിയോയിലും ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ യുക്തിവാദികളുടെ നേതാവായ ലണ്ടനിൽ പോയ മണ്ടൻ തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് തോറ്റോടി. കാരണം ഉത്തരമില്ല. എന്താണ് ഇവൻ ചോദിച്ച ചോദ്യം? അത് ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഇവൻ വിശദീകരിക്കുന്നത് കാണാൻ. ഇവൻ ലണ്ടനിൽ വന്നതിന് ശേഷം ഇവൻ എന്താണ് ലണ്ടനിൽ എന്താണ് സംഭവിച്ചത്, എനിക്ക് തോറ്റോടാണ്ടായ കാരണം എന്താണ്, എന്തുകൊണ്ട് ഞാൻ തോറ്റോടി എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇവൻ അവിടെ ചോദിച്ച ചോദ്യവും ഇവൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഇവൻ പറയുന്നത് കേൾക്കുക. വിസിറ്റിംഗ് വിസയിൽ പോയ ആളല്ലേ, അപ്പോ ലീഗലി എന്തെങ്കിലും വിഷയം വന്നാൽ പിന്നെ ട്രാവൽ ബാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല വിഷയം ഉണ്ടാവോ, ഇങ്ങനെയൊക്കെയുള്ള പല പല കൺസേൺസ് ആണ്. ജീവൻ കൊണ്ട് രക്ഷപ്പെടണമല്ലോ. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. ഇതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇവര് ഒച്ചയും ബഹളവും നമ്മളെന്താ ചോദിച്ചത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ. അതായത് ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ അതോ ഷിർക്കാണോ ഇസ്ലാമിലെ വലിയ തിന്മ? ഇതൊരു ചോദ്യം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്റെ ചോദ്യം എന്താ അവിടെ ചോദിച്ചത്? അവൻ ചോദിച്ചത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കലാണോ ഷിർക്ക് ചെയ്യലാണോ തെറ്റ്, വലിയ തെറ്റ് എന്നാണ് ഇവന്റെ ചോദ്യം. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഒന്നുകൂടി കേൾക്കാം. എന്തുകൊണ്ട്? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഇതിനുള്ള മറുപടി അവരും കൊടുത്തിട്ടുണ്ട്, ഇനി ഞാനും കൊടുക്കുന്നുണ്ട്. അത് കേൾക്കല് ഇവൻക്കല്ല മറുപടി കൊടുക്കുന്നത്. ഇവൻ ചോദിച്ച ചോദ്യത്തിന് ഇവൻക്ക് മറുപടി കൊടുത്താൽ ഇവൻ അത് അംഗീകരിക്കുന്നവനല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അംഗീകരിക്കൂല. പക്ഷെ ഇവന്റെ ചോദ്യം കേട്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കാണരുത് എന്നുള്ള നിലക്കുള്ള ആളുകൾക്കാണ് എന്റെ മറുപടി. നിങ്ങൾക്ക് പരിശോധിക്കാം. ഒന്നുകൂടി ഇവന്റെ ചോദ്യം കേൾക്കുക. പിന്നെ നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ പോയ ആളല്ലേ, അപ്പോ ലീഗലി എന്തെങ്കിലും വിഷയം വന്നാൽ പിന്നെ ട്രാവൽ ബാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല വിഷയം ഉണ്ടാവോ, ഇങ്ങനെയൊക്കെയുള്ള പല പല കൺസേൺസ് ആണ്. ജീവൻ കൊണ്ട് രക്ഷപ്പെടണമല്ലോ. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. ഇതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇവര് ഒച്ചയും ബഹളവും നമ്മളെന്താ ചോദിച്ചത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ. അതായത് ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ അതോ ഷിർക്കാണോ ഇസ്ലാമിലെ വലിയ തിന്മ? ഇതൊരു ചോദ്യം ചോദിച്ചു. അതിനാണ് ഈ സാധനം. അതിനിപ്പോൾ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അങ്ങനെ ആ ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഓടേണ്ടി വന്നതെന്നാ പറഞ്ഞത്. ആ ഓടേണ്ടി വന്നെന്ന് പറഞ്ഞത് അവന്റെ വീഡിയോയിൽ നമുക്ക് ശരിക്കും കാണാം. ആ ഓടുന്ന രംഗം. ഈ ചോദ്യം ചോദിച്ചു, വേറൊരു ചോദ്യം കൂടി ചോദിച്ചു. അതിലവൻ കുടുങ്ങി. എന്നിട്ട് ഓടലാണ്. ഇവന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ആരിഫ് ഇധർ സെ ഭാഗോ ജൽദി സെ, ആദ്മി ലോഗ് ആ രഹേ, ഇധർ സബ് ലോഗ് ആ രഹേ, ജമാ ഹോ രഹേ, തുമക്കോ ഖത്തറ ഹൈ, തും സച്ച് ബോൽനാ പടേഗാ, ഭാഗോ ഇധർ സെ ഭാഗോ എന്ന് ഹിന്ദിയിൽ ഇവനോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അതിപ്പം പറയും എനിക്കിപ്പോൾ അതിന് മറുപടി ഇട്ടിട്ടില്ല, എനിക്കിതാ മറുപടി ഞാൻ തരുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ വിസിറ്റിംഗ് വിസക്ക് പോയതല്ലേ, അപ്പൊ എനിക്ക് എന്നിട്ട് സംഭവിച്ചാലോ, അതേമാതിരി ജീവനും കൊണ്ട് ഓടിയതാണ്. അപ്പൊ ജീവനും കൊണ്ട് ഓടണം എന്നുണ്ടെങ്കിൽ നീ അസൈസ് തമ്മാടിത്തരമായ ചോദ്യമാണ് ചോദിച്ചത്. സ്വന്തം അമ്മയെ വ്യഭിചരിക്കലാണോ അതോ ദൈവത്തിൽ പങ്കു ചേർക്കലാണോ ഷിർക്ക്? ഇത് ദൈവവിശ്വാസികൾ മനസ്സിലാക്കുക. ഇവൻ ഷിർക്ക് എന്ന് പറഞ്ഞു പോകില്ല. ദൈവത്തിൽ പങ്കു ചേർക്കുന്നതിനെയാണ് ഷിർക്ക് എന്ന് അറബി ഭാഷയിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കൂടെ നമ്മൾ ആരാധ്യരായ ദൈവങ്ങളെ അല്ലാത്ത ആളുകളെയും നമ്മൾ അള്ളാഹുവിലേക്ക്, പ്രപഞ്ച സൃഷ്ടാവിലേക്ക് പങ്കു ചേർക്കുക. നീ മാത്രല്ല ഇതൊന്നും സൃഷ്ടിച്ചത്, നിന്നോട് മാത്രം ചോദിച്ചാതല്ല കിട്ടുക, ഇവരും പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയാം. പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ഈ മാതാവിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ മാതാവിനെ മാത്രമല്ല സൃഷ്ടിച്ചത്, നമുക്കൊരു മാതാവ് മാത്രമല്ല മനുഷ്യനുള്ളത്. മനുഷ്യന് മാതാവുണ്ട്, മാതാവിന്റെ സഹോദരിമാരുണ്ട്, വാപ്പുണ്ട്, വാപ്പാന്റെ സഹോദരിമാരുണ്ട്, അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാരുണ്ട്, മൂത്തമ്മമാരുണ്ട്, ഇളയമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, പെങ്ങന്മാരുടെ മക്കളുണ്ട്, അല്ലെ? ഇങ്ങനെയാണല്ലോ ഒരു കുടുംബം. അപ്പൊ ഈ കുടുംബപരമായിട്ട് ജീവിക്കുന്ന ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും ഒരു കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ഇവനെ ഔട്ടാക്കിയിരിക്കണം. ഇവന്റെ അമ്മയും വാപ്പിയും ഇവന്റെ കുടുംബം, ഇവന്റെ ആദ്യത്തെ ഭാര്യമാരൊക്കെ ഇവനെ ചവിട്ടി പുറത്താക്കിയിരിക്കണം. അപ്പൊ ഇവ തനിച്ചാണ്. ഇവൻക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നിയമം മനുഷ്യർക്കാണ്, മനുഷ്യരോടാണ് അള്ളാഹു തആല സംസാരിക്കുന്നതും. ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ പാലിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. അതിൽ അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റലും പ്രവാചകന്റെ ചര്യ പിൻപറ്റലും മുസ്ലിമിന് നിർബന്ധമാണ്. അപ്പേ അവൻ മുസ്ലിം ആകുള്ളൂ. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇവനെ പോലുള്ള മണ്ടന്മാരും ഇവരെ പോലുള്ള തമ്മാടിമാരും നാളെ എക്കാലത്തും ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുക മാത്രമല്ല, ചിലപ്പോൾ ഇവരങ്ങനെ ചെയ്തു പോകും. മാതാവിനെ വരെ വ്യഭിചരിച്ചു പോകും. എന്തുകൊണ്ട്? ഇവർക്കൊരു ലക്കും ലഗാനും നിയമങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവനോട് തിരിച്ച് ആ ചോദ്യം ചോദിച്ചു. ആദ്യം പറഞ്ഞു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ പങ്കു ചേർക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിലപ്പുറത്തെ ഒരു പാപം വേറല്ല. ബാക്കി അഥവാ നീ നിന്റെ അമ്മയെ വ്യഭിചരിച്ചാൽ, ഒരു മകൻ സ്വന്തം പെറ്റ അമ്മയെ വ്യഭിചരിച്ചാൽ അവന് ശിക്ഷിക്കേണ്ട ബാധ്യത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെതാണ്. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ മാതാവിനെ വ്യഭിചരിച്ചാൽ അത് മഹാപാപമാണ്. ആ പാപത്തിന് അള്ളാഹു നിന്നെ ശിക്ഷിക്കും. നീ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടെങ്കിൽ. ഭൂമിയിൽ ഒരു മകൻ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചതും മുസ്ലിമിനോട് എന്തിനാണ്? ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നത് മനുഷ്യർ പല രൂപത്തിലാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏകനാണ് എന്ന് മാത്രം വിശ്വസിക്കുകയും ആ ഏകനായ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഷിർക്കാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഇവൻ ആ ചോദ്യം ചോദിച്ചത്. ഷിർക്ക് ചെയ്യുന്നതാണോ വലിയ പാപം, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണോ എന്ന്. അപ്പൊ അതിനവർ പറഞ്ഞു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ പങ്കു ചേർക്കുന്നതാണ് ഏറ്റവും വലിയ മഹാപാപം. ബാക്കി നമ്മൾ ഭൂമിയിൽ എന്ത് തെറ്റ് ചെയ്താലും മരണാനന്തരം നിങ്ങൾക്ക് അതിന് ശിക്ഷ കിട്ടും. അതിനാണ് വിചാരണ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സ്വന്തം വീട്ടിൽ അന്തിപ്പാതിരാക്ക് വലിച്ച മയക്കുമരുന്നോ ഇല്ലെങ്കിൽ ബോധം കെടുത്തുന്ന കാര്യം കൊടുത്തുകൊണ്ട് ഒരു മാതാവിനെ ഭോഗിക്കണമെന്ന് ഇവനെ പോലുള്ള ചിന്തിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ ഉണ്ടെങ്കിലോ? ഇല്ലോൽക്കാണല്ലോ ഇങ്ങനത്തെ ചിന്ത വരിക. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ആണുങ്ങളായ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെ മാതാവിനെ കുറിച്ചിട്ട്, ഏതെങ്കിലും ഒരു മാതാവിനെ കുറിച്ചിട്ട് ഒരു മകന് അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ആ ഊഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഇവൻ ചോദിച്ചത്. മാതാവിനെ വ്യഭിചരിക്കാൻ. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ മാതാവിനെ വ്യഭിചരിക്കാൻ പറ്റും. ഖുർആനിൽ പറഞ്ഞിരിക്കണോ? ഇല്ല ഈ മുസ്ലിങ്ങൾ മുഴുവൻ മാതാവിനെ വ്യഭിചരിച്ച് ഇറക്കണ്ടോ? ഇല്ല. കാരണം ഇവൻ മുസ്ലിം ആയിരുന്നല്ലോ. ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ടോ മാതാവിനെ? ഇല്ലല്ലോ. ഇല്ല ഇവനോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ നിന്റെ മാതാവിനെ വ്യഭിചരിക്കാന്ന്? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ജബ്ബാർ മാഷോട് ചോദിച്ചോക്ക്. ജബ്ബാർ മാഷ് മുസ്ലിമല്ലേ? ഇവരെ യുക്തിവാദികളിൽ ധാരാളം മുസ്ലിങ്ങളില്ലേ? അവരോട് ചോദിച്ചോക്കൂ, നിങ്ങളെ മാതാവിനെ നിങ്ങൾക്ക് വ്യഭിചരിക്കാൻ വേണ്ടി പറ്റുമോ? ആ ചോദ്യം ഇവനോട് ചോദിച്ചു. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളെ വിശ്വാസപ്രകാരം ഹറാമാണ്, അത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, ചെയ്യാൻ പാടില്ല, അതിന് ശിക്ഷ കിട്ടും. അള്ളാഹിൽ പങ്കു ചേർക്കുന്നത് വലിയ ശിർക്കാണ്, അത് മഹാപാപമാണ്. എന്നാൽ നിന്നോട് തിരിച്ചു ചോദിക്കുന്നു, നീ നിന്റെ മാതാവിനെ വ്യഭിചരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? അത് ഓരോ യുക്തിവാദികളെ മാതാവിനെയും ചോദിക്കുകയാണ്. കാരണം ഇവ യുക്തിവാദി ആയതുകൊണ്ട് ഇവന്റെ യുക്തിവാദി ബാക്കിയുള്ളവരോടുക്കും ആ ചോദ്യം ബാധകമാണ്, മുസ്ലിങ്ങൾക്ക് ബാധകമുള്ളതുപോലെ തന്നെ. അപ്പൊ തിരിച്ചു ചോദിച്ചപ്പോ ഇവൻ എന്താ അതിന് മറുപടി പറഞ്ഞോ? അത് സയൻസ് പരമായിട്ട് തെറ്റാണ്.
അപ്പൊ തിരിച്ചു ചോദിച്ചു, സയൻസ് പരമായിട്ട് എങ്ങനെ തെറ്റാകണ്? ഇപ്പുറത്ത് ഒരു ആണാണ്, അപ്പുറത്ത് പെണ്ണാണ്. മാതാവ്, പിതാവ്, ഉമ്മ, മകന് എന്നുള്ളത് പ്രസവിച്ചതിന് ശേഷം ഒരു ബന്ധത്തിനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ ബന്ധത്തില് ഉമ്മ പെണ്ണാണ്, മകന് ആണാണ്. സയൻസ് പരമായിട്ട് അവർ രണ്ടുപേരും ബന്ധപ്പെട്ടാൽ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുന്ന, ഒരു പെണ്ണും ആണും ബന്ധപ്പെടുന്ന? അത്ര തന്നെ ഉണ്ടാവുള്ളൂ. മറുപടി ഇല്ല. അപ്പൊ അവിടുന്ന് കടന്ന് ഉരുളുക. അപ്പൊ അവനോട് അതിനുള്ള മറുപടി കൊടുത്തു എന്നല്ല, ഇതാണ് അവിടെ കൊടുത്ത മറുപടി. ഇനി ഇവൻ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു, പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. അതിന്റെ ഒരു ഭാഗം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുവൻ വീഡിയോ ഇതിൽ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് ഭാഗം 1 ഇതേത് ലണ്ടനിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവന്റെ തംബ്ലൈൻ കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ 2ാം ഭാഗം ഇറക്കും. അത് നിങ്ങൾ കേൾക്കുക. അസ്സലാമു അലൈക്കും.